മറ്റേ തല കാണത്തില്ല ഞങ്ങള്. ഇന്നത്തെ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്ത രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും കേരളത്തിൻ്റെ നിഷേധനായ നേതാവ് കെ.സി. വേണുഗോപാലിനെയും റോഡിലൂടെ വലിച്ചിഴച്ച് ആക്രമിച്ച് രാജ്യത്തിന് തന്നെ നാണക്കേടാവുന്ന വിധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിനെതിരെ, കിരാത നടപടിക്കെതിരെ കായംകുളം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ശക്തമായ സമര നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ന്യായമായി സമരം നടത്തിയ രാഹുൽ ഗാന്ധിയെയും കെ.സി. വേണുഗോപാലിനെയും പ്രിയങ്ക ഗാന്ധിയെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കായംകുളത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസ് ട്രെയിൻ തടയൽ നടത്തിയിരിക്കുകയാണ്. ഇന്നിതൊരു സൂചനാ സമരമാണ്. നാളെ മുതൽ ഈ സമരം ആളിക്കത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ 50-ൽ പരം എംപിമാരെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുൻപിൽ വെച്ച് റോഡിലൂടെ വലിച്ചഴച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ ധ്വംസനം നടത്തിയ BJP സർക്കാരിനെതിരായിട്ടുള്ളൊരു സമരമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ നടത്തിയത്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. ആ പദവിയെപ്പോലും അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ, ഈ രാജ്യത്തെ അനേകം ലക്ഷം കുട്ടികളുടെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളുടെ ആ എക്സാമിനെ അട്ടിമറിച്ച, CBSE പരീക്ഷയെ അട്ടിമറിച്ച ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ, ഈ രാജ്യത്തിൻ്റെ തിരുവീതികളിൽ വലിച്ചിഴച്ച, ഈ രാജ്യത്തെ ഭരണ ധ്വംസനം നടത്തിയ BJP ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ സമരം വരും കാലങ്ങളിലും ഈ സംസ്ഥാനത്ത് നടക്കും, ഈ രാജ്യത്ത് നടക്കും. ഇതൊരു സൂചന മാത്രമാണ്. നമ്മുടെ മറ്റേ ഗ്രൂപ്പ് വൈൻഡപ്പ് ചെയ്തത്